വിഴിഞ്ഞത്ത് കടലിലകപ്പെട്ട 4 പേരെ രക്ഷപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികളായ റോബിൻസൺ, ദാസൻ ഉൾപ്പെടെയുള്ളവരെയാണ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയത്. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ആശ്വാസ വാർത്ത വരുന്നുണ്ട്. 4 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ആരോഗ്യാവസ്ഥയൊക്കെ തൃപ്തികരമാണെന്നും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി എത്ര പേരെ കൂടി കാണാനുണ്ട്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രതീക്ഷ ഒരു പകുതി ആശ്വാസത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെന്ന് മാത്രം പറയാനാകൂ. കാരണം 4 പേരെ ഇന്ന് രാവിലെ അവിചാരിതമായാണ് ഇവിടെയുള്ളവർക്കൊരു കോൾ എത്തുന്നത്. അത് റോബിൻസൺ എന്നയാൾ ആ വെള്ളത്തിൽ നിന്നുള്ള ആളാണ് വിളിക്കുന്നത്. അവർ കന്യാകുമാരി തീരത്തോട് അടുത്ത് ഒരു പ്രദേശത്തുണ്ട്. തീരത്തടുപ്പിക്കാൻ കഴിയുന്നില്ല, പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്നാണ് പറഞ്ഞത്. പ്രതീക്ഷ ചോദിച്ചതുപോലെ ഇനി 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവരെ പറ്റി വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഏതാണ്ട് 1 മണിക്കൂറിന് കഴിയുമ്പോൾ ഇപ്പോൾ രക്ഷപ്പെടുത്തിയ 4 പേരും വിഴിഞ്ഞത്തേക്ക് എത്തും. രാവിലെ മുതൽ ഈ കാണുന്ന പള്ളിക്ക് മുന്നിൽ അവരുടെ ഉറ്റവർ, അമ്മമാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് മന്ത്രി വി ശിവൻകുട്ടി, കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ളവർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയത്. കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അതായത് സാധ്യമായ രീതിയിലുള്ള തിരച്ചിലിന് സാധ്യമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. രാവിലെ മുതൽ അതാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് ഹെലികോപ്റ്റർ ഒരു നിരീക്ഷണം നടത്തണം, ഒപ്പം വലിയ വെസലുകൾ, നേവിയുടെ വലിയ വെസലുകൾ ഇറങ്ങണം തിരച്ചിലിനായി എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൽ സാങ്കേതികമായ കാലാവസ്ഥ പറഞ്ഞുകൊണ്ട് സാങ്കേതികമായ ഒരു പ്രശ്നമുണ്ടെന്ന് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു. എന്നാൽ അതെല്ലാം നീക്കിക്കൊണ്ട് പൂർണ്ണമായി ഇവർ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒപ്പം ജില്ലാ കളക്ടറുമുണ്ട്. അങ്ങനെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വലിയ സംവിധാനങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി രംഗത്തുള്ളത്. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഇവർ എവിടെയാണ് എന്ന് ബന്ധപ്പെടാൻ കഴിയാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഈ മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. ഇവർക്ക് എങ്ങനെയോ ചാർജ് ചെയ്യാൻ ഒരു അവസരം ലഭിച്ച ഘട്ടത്തിലാണ് ഇങ്ങോട്ട് വിളിച്ച് ഈ സ്ഥലത്തുണ്ടെന്ന് പറയുകയും ആ തരത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടുന്ന 4 പേരടങ്ങുന്ന സംഘം ഈ കന്യാകുമാരി ലക്ഷ്യമാക്കി പോവുകയും അങ്ങനെ ഏതാണ്ട് പോയി 1.5 മണിക്കൂറിൽ തന്നെ ഈ പരസ്പരം അവർ കണ്ടുമുട്ടുകയും അങ്ങനെ ബോട്ടിലേക്ക് കയറി തിരിച്ചു വരികയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഏറെ ആശ്വാസകരമായ കാഴ്ചയാണ്. കാരണം 9 പേരിൽ 4 പേരാണ് ഇപ്പോൾ ആരോഗ്യവാന്മാരായി തിരിച്ചെത്തുന്നത്. ദൃശ്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാം അവർ ആഹാരവും വെള്ളവുമൊക്കെ തീർന്നിട്ട് തന്നെ ഏതാണ്ട് 1 ദിവസമായിരിക്കുന്നു. നമ്മോട് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. എന്തായാലും അതെല്ലാം കൊണ്ടുപോയി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി അങ്ങനെ 9 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായത്. അതിൽ 4 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ്, കടൽ പ്രക്ഷുബ്ധമാണ്, ശക്തമായ കാറ്റുമൊക്കെ വീശിയടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും.